ഇതടിച്ചങ്ങനെ ആരൂഢമാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ബോംബിട്ടാൽ പോലും പൊട്ടൂല. അടിത്തറ തകർന്നു പോവും, മണ്ണ് തകർന്നു പോവും, ബേസ്മെൻറ്റ് പോയി. പക്ഷേ ഇവൻ എന്ത് ചെയ്യും? ഇങ്ങനെ ഒന്ന് താഴെ ഇരിക്കും. ഇവൻ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് മേളിൽ നനയില്ല. നനയാത്തതുകൊണ്ട് അടിത്തറ മാറുകയില്ല. അടിത്തറ മാറി മേൽക്കൂര വന്ന് താഴെ ഇരുന്നു. പക്ഷേ മേൽക്കൂര അവിടെ ഇരിക്കുന്നുണ്ട്, അടിത്തറ തകരില്ല. തകരില്ല എന്ന പോലെയാണ് നമ്മുടെ സാമ്പത്തികമായ സ്ഥിതിയെല്ലാം മാറിയാലും മൂല്യബോധം മാറില്ല. കമ്മ്യൂണിസ്റ്റുകൾ ഹിന്ദുമതത്തെ വികൃതമാക്കി അവതരിപ്പിക്കുന്നതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച പ്രൊഫസർ വി കാർത്തികേയൻ നായർ 2022 കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സെൻറ്റർ ഫോർ ഗാന്ധിയൻ സ്റ്റഡീസിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഹിന്ദുമതത്തെ പരമാവധി ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് കാണാം. ഹിന്ദു എന്നൊരു മതമില്ലല്ലോ എന്ന പേരിൽ ഈ പ്രഭാഷണം യൂട്യൂബിൽ ലഭ്യമാണ്. ഇതിനോടകം ഈ പ്രഭാഷണത്തിന് 2 ലക്ഷത്തിൽ പരം വ്യൂസ് ലഭിച്ചതായി കാണുന്നു. ഈ പ്രഭാഷണത്തിൽ നിന്നും സവർണ സമുദായത്തിൽ ജനിച്ച പ്രൊഫസർ കാർത്തികേയൻ നായർക്ക് ഹിന്ദുമതത്തെക്കുറിച്ച് വെറും ഉപരിപ്ലവമായ അറിവാണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. മാർക്സിസ്റ്റ് വീക്ഷണകോണിലൂടെ ഈ പ്രൊഫസർ ഹിന്ദുമതത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അപഗ്രഥിക്കാൻ ശ്രമിക്കുന്നത് പരിഹാസ്യമാണ്. ഇതിന് അദ്ദേഹം ഗ്രാംഷിയെ കൂട്ടുപിടിക്കുന്നു. വീഡിയോയുടെ 28-ാം മിനിറ്റിലാണ് ഗ്രാംഷിയെ അവതരിപ്പിക്കുന്നത്. ക്ഷേത്ര ആരാധനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ എല്ലാവിധ ദർശനങ്ങളും ഉയർന്നു വന്നത് സാമ്പത്തികമായ അടിത്തറയിൽ നിന്നാണെന്ന് ഇദ്ദേഹം സമർത്ഥിക്കുന്നു. ഈ സാമ്പത്തിക അടിത്തറയാണ് ഭാരതീയരുടെ മൂല്യങ്ങളെ രൂപപ്പെടുത്തിയത് എന്ന വാദം ഇദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നു. ഈ മൂല്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റായിരുന്ന EMS സിദ്ധാന്തവൽക്കരിച്ച ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയ്ക്ക് നിദാനമെന്നും ഇദ്ദേഹം പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ സാമ്പത്തികമായ അടിത്തറയിൽ നിന്നും ഭാരതീയ ദർശനങ്ങളും മൂല്യങ്ങളും ഉണ്ടായി എന്നും ഇതിൽ നിന്നും ജാതി ജന്മി നാടുവാഴി എന്ന സാമൂഹ്യ വ്യവസ്ഥയും ഉണ്ടായി എന്ന വികടവാദമാണ് ഇദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്തേ ആലിമുട്ടി ചാന്നാരുടെ കാലത്ത് ജാതി മാറിയില്ല? ഇയാൾ കാറ് വാങ്ങിച്ചിട്ടും മാറിയോ? മാറില്ല. അത് മാറാത്തതിന് കാരണം ഒരു ബൗദ്ധികമായ ധൈഷണികമായ പ്രശ്നമാണ്. ഗ്രാംഷിയെ പഠിക്കണം. ഗ്രാംഷി പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മളും പറയുന്നത്, എല്ലാവിധ നമ്മുടെ ദർശനങ്ങളും മാരിയെല്ലാം ഉയർന്നു വരുന്നൊരു സാമ്പത്തികമായ അടിത്തറയിൽ നിന്നാണ്. ആ സാമ്പത്തികമായ അടിത്തറയാണ് നമ്മുടെ മൂല്യങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഇന്നിപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന ക്ഷേത്രാരാധന സംബന്ധിച്ച, ഈശ്വരാരാധന സംബന്ധിച്ച എല്ലാവിധ ചിട്ടകളും വന്നതെപ്പോഴാണ്? ജന്മിത്ത നിലനിന്ന കാലത്തല്ലേ? കാർഷിക പ്രബുദ്ധമായ ഒരു സമൂഹത്തിലായതുകൊണ്ട്. അതുകൊണ്ടാണ് ദേവന്മാർക്കെല്ലാം നമ്മൾ നെല്ലരി കൊണ്ടുള്ള വിശേഷ വസ്തുക്കൾ കൊടുക്കുന്നത്. എവിടെയെങ്കിലും ഗോതമ്പും ചപ്പാത്തിയും പൂരിയും കൊടുക്കുന്നില്ലല്ലോ. എന്താ കാര്യം? പഞ്ചാബിൽ കൊടുക്കുന്നുണ്ടാവും, കാരണം ഗോതമ്പ് കൃഷിയുള്ള സ്ഥലത്ത് കൊടുക്കുന്നത്. പക്ഷേ കേരളത്തിലും തമിഴ്നാട്ടിലും എന്താ കൊടുക്കാത്തത്? ഇവിടെയെല്ലാം പ്രധാനപ്പെട്ട കൃഷി ഏതാ? നെൽകൃഷിയാണ്. അപ്പം നെൽപ്പായസം, അരിപ്പായസം, അരിച്ചോറ്, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. കൂട്ടത്തിൽ കൊടുക്കുന്നത് എന്താ? വാഴപ്പഴം അതിവിടെ ഇഷ്ടം പോലെ ഉള്ളതാണ്. തേങ്ങ അതുകൂടെ ഇഷ്ടം പോലെ ഉള്ളതാണ്. അപ്പോൾ എന്താ? ഇതൊക്കെ വളർന്നു വന്ന ഏതാ? കാർഷിക പ്രധാനമായൊരു സമൂഹത്തിലാണ്. നിങ്ങൾ ഗ്രാമതലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ നെൽപ്പാടങ്ങളാണ്. അവിടുത്തെ കാവൽക്കാരനായിട്ടൊരു ദേവൻ കാണും. ആ ദേവനെ പൂജിക്കാൻ ഒരു പൂജാരി കാണും. പക്കമേളക്കാരായിട്ട് ഗുരുക്കളും അമ്പലവാസിക്കാരും കാണും. ഒരു കൊല്ലം കാണും, ഒരു ആശാരി കാണും, ഒരു വെളുത്തേടം കാണും, ഒരു വിളക്കിത്തല കാണും, ഒരു ചക്കാല കാണും. ഇതൊക്കെ എപ്പോഴും ഉണ്ട്. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് കോപം പഠിക്കേണ്ട, നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ കാണും. PSC നിയമനത്തിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് കിടക്കുന്നത്. ജാതി വ്യവസ്ഥ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥ പോയില്ലേ? ജന്മിത്വം ഇപ്പോൾ ഉണ്ടോ? നെൽകൃഷി ഇല്ല. അവിടെ എല്ലാം തെങ്ങ് കൃഷിയോ വാഴ കൃഷിയോ അല്ലെങ്കിൽ റബ്ബറായി കഴിഞ്ഞു. എന്തേ പാല് എന്നല്ല, എന്താ ഭഗവാനത്തിന് ഒരു ഗ്ലാസ് പാല് കൊടുത്ത് കളയാം. റബ്ബർ പാൽ കൊടുക്കാത്തെന്താ? കൊടുത്താൽ പോരെ? പണ്ട് നെല്ലായിരുന്നപ്പോൾ നെല്ല് കൊണ്ട് കൊടുത്തു. കദളിവാഴ കൃഷി ചെയ്തപ്പോൾ കദളിപ്പഴം കൊടുത്തു. ഇപ്പം സർവ്വസാധാരണമായിട്ടുള്ളത് ഏതാ? റബ്ബർ പാലാണ്. എന്നാൽ സ്വാമിക്ക് ഇരിക്കട്ടെ, കൊടുക്കാത്തെന്താ? എന്നാൽ പണ്ടുണ്ടായിരുന്ന സാമ്പത്തിക അടിത്തറ ഇല്ലാതായിട്ടും അന്നുണ്ടായിരുന്ന മൂല്യങ്ങളും ആചാരങ്ങളും ഇന്നും മാറിയിട്ടില്ല എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു. അടിത്തറ മാറിയാലും ആരൂഢം മാറില്ല, അതിനാൽ അടിത്തറയ്ക്കൊന്നും സംഭവിക്കില്ല എന്ന യുക്തിരഹിതമായ തലതിരിഞ്ഞ വാദം ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ വൈരുദ്ധ്യത്തെ ന്യായീകരിക്കുന്നത്. ഈ മ്ലേച്ഛ ആശയം ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് ഗ്രാംഷിയിൽ നിന്നായിരിക്കാം. ഇദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കുക. അപ്പോൾ കൃഷി മാറി, പഴയ കാര്യങ്ങളെല്ലാം പോയി, പക്ഷേ പഴയ മൂല്യങ്ങളും ആചാരങ്ങളും മാറില്ല. കാര്യം എന്താ? അടിത്തറ മാറിയാലും ആരൂഢം മാറില്ല.
നിങ്ങൾ പഴയ ഓടിട്ട വല്ല ഓല കെട്ടിയ കഴുക്കോലടിച്ച കെട്ടിടങ്ങൾ കണ്ടിട്ടുണ്ടോ? ആശാരി ഉണ്ടാക്കുന്നതാണ്. മനുഷ്യാലയ ചന്ദ്രിക എന്ന് പറയുന്ന മധ്യകാല കൃതിയിലുണ്ടായ ഒരു കൃതിയാണത്. വാസ്തുവിദ്യ. ഭൂമിയിൽ വെച്ചാണ് സകല കാര്യങ്ങളും തയ്യാറാക്കുന്നത്. വെറ്റില കനത്തിൻ്റെ വ്യത്യാസമില്ലാതെ ആകാശത്ത് വെച്ചാണ് അസംബിൾ ചെയ്യുന്നത്. ഇതിലൂടെ അടിച്ചു കയറ്റുന്ന ചില കമ്പുകളൊക്കെ ഉണ്ട്. വള, ചേന്തി, തുലാം എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ, അതൊക്കെ വാസ്തുശാസ്ത്രമുള്ള പദങ്ങളാണ്. ഈ കഴുക്കോലിനെല്ലാം കൂടി ഒറ്റ തുളയിട്ട് വെച്ച് ഒരറ്റത്ത് നിന്ന് അടിച്ചാൽ മറ്റേ അറ്റം വരെ പോകും. ഒരല്പം പോലും വ്യത്യാസം വരില്ല. ഇതടിച്ചങ്ങനെ ആരൂഢമാക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ ബോംബിട്ടാൽ പോലും പൊട്ടൂല. അടിത്തറ തകർന്നു പോകും, മണ്ണ് തകർന്നു പോകും, ബേസ്മെൻറ്റ് പോയി. പക്ഷേ ഇവ എന്ത് ചെയ്യും? ഇങ്ങനെ ഒന്ന് താഴെ ഇരിക്കും. ഇവ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് മേളിൽ നനയില്ല. നനയാത്തതുകൊണ്ട് അടിത്തറ മാറുകയില്ല. അടിത്തറ മാറി മേൽക്കൂര വന്ന് താഴെ ഇരുന്നു. പക്ഷേ മേൽക്കൂര അവിടെ ഇരിക്കുന്നതുകൊണ്ട് അടിത്തറ തകരില്ല. തകരില്ല എന്നതുപോലെയാണ് നമ്മുടെ സാമ്പത്തികമായ സ്ഥിതിയെല്ലാം മാറിയാലും മൂല്യബോധം മാറില്ല. ഭാരതീയ തത്വചിന്തയാണ് അഥവാ ഭാരതീയ ദർശനങ്ങളാണ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ശക്തമായ അടിത്തറ. ഈ അടിത്തറയിലാണ് പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഈ അടിത്തറയിലാണ് ഭാരതത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥ ഇന്നും നിലകൊള്ളുന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റുകൾ ആരോപിക്കുന്നത് പോലെ സാമ്പത്തിക അടിത്തറ രൂപം പൂണ്ടതിന് ശേഷമല്ല ഭാരതീയ ദർശനങ്ങളും മൂല്യങ്ങളും ഉണ്ടായത്. ഋഷിപ്രോക്തമായ ഈ അടിത്തറ ഇളക്കുവാൻ ബുദ്ധൻ്റെ കാലം മുതൽ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ അതാർക്കും സാധിച്ചിട്ടില്ല. ഭാവിയിൽ ആർക്കും സാധിക്കുകയുമില്ല. അപ്പോൾ കമ്മികളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ഭാരതീയ തത്വചിന്തയിൽ നിന്നാണ് പുരുഷാർത്ഥങ്ങളായ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഭാരതീയരിൽ രൂപം കൊണ്ടത്. ഈ വസ്തുതകൾ എല്ലാം ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ ഭാരതത്തെ സംബന്ധിച്ച് കമ്മികൾ ഉയർത്തുന്ന വാദങ്ങൾ തലതിരിഞ്ഞതാണെന്ന് കാണാം. വെറും വിദണ്ഡാവാദങ്ങൾ. ജയ് ഹിന്ദ്.